സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ ഭൂമി ഇടപാടിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കാൻ തീരുമാനം. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, തൃശൂർ ജില്ലയിലെ മടത്തപടി മേഖലയിലെ 127 ഏക്കർ ഭൂമിക്ക് ഇളവ് നൽകിയാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. ഉത്തരവിനെതിരെ കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ചില ഉത്തരവുകൾ കൂടി റദ്ദാക്കേണ്ടതുണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കെപിസിസി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഇരുവരെയും വേദിയിലിരുത്തിയായിരുന്നു സുധീരന്റെ പ്രതികരണം. എന്നാൽ വിവാദങ്ങൾ പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പാർട്ടിയിലെ ചെറിയ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് വി എം സുധീരന്റെ ആവശ്യപ്രകാരം കൂടിയാണ് സർക്കാർ 127 ഏക്കറിന് നൽകിയ ഇളവ് പിൻവലിച്ചത്. നടപടി സ്വാഗതം ചെയ്തെങ്കിലും സർക്കാരിനെതിരായ അമർഷം സുധീരൻ മറച്ചുവെച്ചില്ല. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും തൊട്ടടുത്തിരുത്തി ഇനിയും ചില ഉത്തരവുകൾ കൂടി റദ്ദാക്കേണ്ടതുണ്ടെന്ന് വി എം സുധീരൻ പരസ്യമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഉത്തരവുകളുടെ കാര്യങ്ങളും ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനും നമ്മുടെ ഹോപ്പ് പ്ലാന്റേഷൻ പോലെയുള്ള ചില വിഷയങ്ങൾ അതൊക്കെ ഉചിതമായ തീരുമാനമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ്. സുധീരന്റെ വിശ്വസൻ ടി എൻ പ്രതാപനും സമാന നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തരം ഉത്തരവുകൾ പുറത്തുവന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഉത്തരവിറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. റവന്യൂ വകുപ്പ് കുറെ കൂടി കരുതൽ കാണിക്കേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായി ഇത്തരത്തിലൊരു ഉത്തരവിറക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറങ്ങുന്നതിന്റെ പുറകിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഉന്നതതല അന്വേഷണം അടിയന്തരമായി ഏർപ്പെടുത്തണം. ആ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനിടെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന സന്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയത്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. നമ്മൾ പലപ്പോഴും തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ തോത് കുറച്ചുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പാർട്ടി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്. വി എം സുധീരൻ വിമർശനങ്ങൾ ഉന്നയിച്ച വേദിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിലും വിവാദങ്ങളൊന്നും പരാമർശിക്കാതെയായിരുന്നു പ്രസംഗം. മീഡിയ 1 തിരുവനന്തപുരം. വിവാദ ഉത്തരവുകളുടെ പേരിൽ പരസ്പരം രൂക്ഷമായ പരിഹാസമുന്നയിച്ച് മന്ത്രി അടൂർ പ്രകാശും ടി എൻ പ്രതാപൻ എംഎൽഎയും സ്വകാര്യ കമ്പനികൾക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിലൂടെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. മന്ത്രി അടൂർ പ്രകാശാണ് ഫേസ്ബുക്കിൽ ആദ്യം രോഷം പ്രകടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ഗീബൽസിയൻ തന്ത്രമാണ് ഭൂമി പതിച്ചു നൽകൽ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പോസ്റ്റ്. ആദർശ രാഷ്ട്രീയത്തിന്റെ കുപ്പായം തനിക്ക് മാത്രമാണ് ചേരുന്നതെന്ന ചിന്തയാണ് ചിലർക്ക്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരുടെ കുപ്പായത്തിലെ ചേറ് വിവേകമുള്ള കേരള ജനത തിരിച്ചറിയുമെന്നും അടൂർ പ്രകാശ് വിമർശിച്ചു. ഏതാണ്ട് 2 മണിക്കൂറിനു ശേഷം ഫേസ്ബുക്കിൽ ടി എൻ പ്രതാപന്റെ മറുപടി വന്നു. വെട്ടുകൾക്കും കടുംവെട്ടുകൾക്കും കൂട്ടുനിൽക്കുകയും പകൽ കൊള്ള നടത്തും മാതൃകയിൽ വാരിക്കൂട്ടുകയും ചെയ്ത് സംശുദ്ധ പ്രകാശം പരത്തുവാൻ ശ്രമിക്കുന്നവരുടെ തൊലിക്കട്ടി അപാരമെന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്തരുതെന്നാണ് ടി എൻ പ്രതാപന്റെ പോസ്റ്റ്. സ്വയം എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഈ പാപക്കറയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്നും പ്രതാപൻ എഴുതുന്നു. പോസ്റ്റിൽ പലയിടത്തും പ്രകാശം എന്ന വാക്കിന് പ്രത്യേകം പരിഗണന നൽകി താൻ ആരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രതാപൻ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സർക്കാരിനെതിരായ പാർട്ടിക്കാരുടെ പരസ്യ വിമർശം മലർന്നുകിടന്ന് തുപ്പുന്നതിന് തുല്യമാണെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് രഹസ്യമായാണ് പറയേണ്ടത്. സർക്കാരിനെ വിമർശിച്ചാൽ നല്ല പബ്ലിസിറ്റി കിട്ടും, പക്ഷേ അത് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റിനെ പറ്റി നല്ല പ്രസംഗിച്ചാൽ ചിലപ്പോൾ നാളെ ഒരു വരി പോലും പത്രത്തിൽ വന്നില്ല എന്ന് വരും. എന്തെങ്കിലും എതിരായിട്ട് പറഞ്ഞാലോ കത്തയച്ചാലോ നല്ല പബ്ലിസിറ്റി കിട്ടും, പക്ഷേ അത് മലർന്ന് കടന്ന് തുപ്പുന്നതിന് സമാനം. പിന്നെ കത്ത് എഴുതിയാൽ തന്നെ നാട്ടുകാരെ കൊണ്ട് വായിപ്പിക്കണ്ട. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് കാര്യം പറയുകയാണെങ്കിൽ സ്വകാര്യ കമ്പനിക്ക് ഭൂമി പതിച്ചു നൽകാനുള്ള ഉത്തരവ് റദ്ദാക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ രംഗത്ത്. അഭിമാനമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്ന് വി എസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് വി എം സുധീരന്റെ വാഹനത്തിന് നേരെ കല്ലേറ്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കുളത്തൂരിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. വാഹനത്തിൽ നിന്ന് സുധീരൻ പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു ബൈക്കിലെത്തിയ സംഘത്തിന്റെ ആക്രമണം. കല്ലേറിൽ വാഹനത്തിന്റെ ചില്ല് തകർന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരം റൂറൽ എസ്പി ഷഫീൻ അഹമ്മദിന് നിർദ്ദേശം നൽകി. ബലരാമപുരത്ത് കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു വി എം സുധീരൻ. സൌജന്യ കുടിവെള്ള വിതരണത്തിനുള്ള വിലക്ക് നീക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ പദ്ധതിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തോമസ് ചാണ്ടി എംഎൽഎയാണ് കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്.
വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി തള്ളി. ഈ ഘട്ടത്തിൽ ഹർജി പരിഗണിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായല്ല നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജികൾ. ഗവർണർക്ക് മുമ്പാകെയുള്ള ശുപാർശ മാത്രമാണ് ഇത് എന്നിരിക്കെ ഹർജി പരിഗണിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ടൈറ്റാനിയം മുൻ MD സോമനാഥൻ പിള്ള, അഡ്വക്കേറ്റ് DB ബിനു, ജോമോൻ പുത്തൻപുരക്കൽ എന്നിവരാണ് ഹർജികൾ സമർപ്പിച്ചത്. കതിരൂർ മനോജ് വധക്കേസിൽ കോടതി ജാമ്യം അനുവദിച്ച CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ജയിൽ മോചിതനായി. 2 മാസത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം. പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് ജയരാജൻ പ്രതികരിച്ചു. വൈകിട്ട് 4:30 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി P. ജയരാജൻ ജയിൽ മോചിതനായത്. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജയരാജനെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും 100 കണക്കിന് പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത്. CPM-നെ ദുർബലപ്പെടുത്താൻ RSS നേതൃത്വവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് ജയരാജൻ പറഞ്ഞു. ജാമ്യം കിട്ടാത്ത നിലയിൽ ജയിലിലടക്കാൻ വേണ്ടിയുള്ള ഉമ്മൻചാണ്ടി RSS നേതാക്കന്മാരുടെ ഗൂഢപദ്ധതിയാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതി അന്വേഷണ ഏജൻസിയുടെ തെറ്റുകൾ, എക്സിക്യൂട്ടീവിന്റെ തെറ്റുകൾ, അത് തിരിച്ചറിയാൻ ബഹുമാനപ്പെട്ട കോടതിക്കായി എന്നതുകൊണ്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. തീർച്ചയായിട്ടും ഇത് UAPA എന്ന കരിനിയമത്തിന്റെ ദുരുപയോഗത്തിനെതിരായിട്ടുള്ള താക്കീത് കൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ ജയരാജന്റെ അറസ്റ്റ് പ്രചാരണ വിഷയമാക്കാമെന്ന BJPയുടെയും കോൺഗ്രസിന്റെയും മോഹം കോടതി വിധിയോടെ തകർന്നടിഞ്ഞതായി കോടിയേരി പ്രതികരിച്ചു. ഇലക്ഷൻ ഘട്ടത്തിൽ ജയരാജൻ ഇവിടെ പ്രവർത്തന രംഗത്തുണ്ടാകാൻ പാടില്ല. അതാണ് ഉമ്മൻചാണ്ടിയും കുമ്മനം രാജശേഖരനും ഉദ്ദേശിച്ചത്. ആ കുരുട്ട് ബുദ്ധിക്ക് ഏറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഈ കോടതിയുടെ വിധി. 2 മാസത്തേക്കോ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെയോ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഹാജരാകണമെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുത് എന്നുമുള്ള കർശന ഉപാധികളോടെയാണ് ജയരാജന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ആശുപത്രിയിൽ നിന്നും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ജയരാജൻ തുടർന്ന് സഹോദരി P. സതീദേവിയുടെ വടകരയിലുള്ള വീട്ടിലേക്ക് പോയി. മീഡിയ 1 കണ്ണൂർ. ഗുരുതരമായ കരൾ രോഗവും വിഷാംശവും കലാഭവൻ മണിയുടെ മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊച്ചി കാക്കനാട്ടെ ലാബിൽ നടത്തിയ രാസപരിശോധനയിലായിരുന്നു വിഷാംശം കണ്ടെത്തിയത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും ശരീരത്തിൽ കീടനാശിനിയുടെ അംശം കണ്ടിരുന്നില്ല എന്നും മണിയെ ചികിത്സിച്ച കൊച്ചിയിലെ ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി. ഇടവേളയിലേക്ക്.